പക്ഷെ ഇത്തവണ ഞാൻ പറയുന്നു, ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കും BJP. ഒരു സംശയം വേണ്ട. ആന്റണി സത്യം പറയുന്നത് ഡയ്യാൻ പോവുക, മരിക്കാൻ പോവുക. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ PC ഗ്യാരണ്ടിയായി. ശശി തരൂർ നിൽക്കാതിരിക്കുന്നതിനെ പോയി ചർച്ച ചെയ്യുന്ന കേട്ടെ, പുള്ളിക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. വല്ല ഗുണവും മനുഷ്യൻ കിട്ടണ്ടേ നീ. അപ്പോൾ ഇതൊക്കെ വർഗീയമായി ചിന്തിക്കുകയും മാറി പരിപാടി നിർത്തണം എല്ലാ മതവിഭാഗങ്ങളും. വിജയസാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിലും BJPയുടെ സ്ഥാനാർത്ഥിയും ജയിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അതാണ് എൻ്റെ ശരി, അങ്ങനെ വേണം പറയാൻ. പക്ഷേ എല്ലാവരും ജയിക്കുകയല്ലോ. ഒരു വസ്തുത ഞാൻ തുറന്നു പറയാം. ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് വരെ BJPക്ക് ഒരു സീറ്റും പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഒരു സീറ്റും കണ്ട് പണ്ട് കിട്ടിയിട്ടാണ് നമ്മുടെ രാജേട്ടൻ്റെ. അതിനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇത്തവണ ഞാൻ പറയുന്നു, ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കും BJP. ഒരു സംശയം വേണ്ട. ഒരു സീറ്റ് ജയിച്ചാലും അക്കൗണ്ടാണല്ലോ. എത്രയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സീറ്റിൻ്റെ എണ്ണം പറഞ്ഞാൽ ബാക്കി മുഴുവൻ തോക്കാൻ വേണ്ടി നിർത്തുക എന്ന് പറയുന്നത് അതിനും ആരോടും വിധേയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അക്കൗണ്ട് തുറന്നിരിക്കും BJP എന്നതിൽ ഒരു സംശയമില്ല. ചൂടക്കടുപ്പിച്ച് പറയാം, 2026 അസംബ്ലി ഇലക്ഷനാണ്. ആ അസംബ്ലി ഇലക്ഷനിൽ 3 മുന്നണിയും തമ്മിൽ മത്സരിക്കും. ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. ഒരു സംശയം വേണ്ട, എഴുതിയിട്ടു. അതുപോലെ 2029 ജനറൽ ഇലക്ഷനാണ് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. അതേസമയം നിയമം മാറ്റാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഈ പാർലമെൻറ്റ് അസംബ്ലി എല്ലാവരും ഒരുമിച്ച് നടത്താണ്. വളരെ സ്വാഗതാർഹമായ കാര്യം. എത്രയോ 1000 കോടി രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് ലാഭം ഉണ്ടാകട്ടെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 29 ഇലക്ഷനിൽ BJPയുടെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും. അത് യാതൊരു സംശയമില്ല. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ മര്യാദയായിട്ട് വർത്തമാനമല്ലേ. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അത് മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും അറിയാം. പിന്നെ മുസ്ലിം തീവ്രവാദികളാണ് ആവശ്യപ്പെടുന്നെങ്കിലും മുസ്ലിം സമുദായത്തിന് വെള്ളിയാഴ്ച ഇലക്ഷൻ നടക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് അവർ ജുമാ നിസ്കാരമുള്ള ഉച്ചയ്ക്ക്. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇതിനെ അവിടെ കൂടി മാറ്റിവെക്കുന്നത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും അറിയാം. അപ്പം മുസ്ലിം വർഗീയത ഉദ്ദീപിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് LDF UDF ശ്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അവർ ഇലക്ഷൻ കമ്മീഷൻ കത്ത് കൊടുത്തതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ ചോദിക്കട്ടെ, 2009 ഞായറാഴ്ച ദിവസമുള്ള കേരളത്തിൽ ഇലക്ഷൻ നടന്നേ. ഞായറാഴ്ച ദിവസം ഇലക്ഷൻ നടന്നു എന്താ മുസ്ലിങ്ങളുടെ ജുമാ നിസ്കാരം മാത്രമേ ഉള്ളൂ, 1.5 മണിക്കൂറേ ഉള്ളൂ. ക്രിസ്ത്യാനിയാണല്ലോ. 10 പ്രമാണങ്ങളിൽ ഒന്നാണ്. അതായത് ഒരു പ്രമാണം കഴിച്ചാൽ ശാപദോഷം നരകത്തിലെന്നാണ് വിശ്വാസം. അപ്പോൾ ഞായറാഴ്ച ദിവസം ശുദ്ധമായ യാചിക്ക് കടമുള്ള ദിവസമാണ്. അന്ന് കുർബാന കാണാതിരുന്നാൽ മതി. കടവുള്ള പ്രമാണലംഘനമാണ്, നരകത്തിൽ പോകുന്ന വിശ്വസിക്കുന്നത്. അന്ന് ഇലക്ഷൻ നടത്തിയിട്ട് ഞായറാഴ്ച 2009 ഇലക്ഷൻ നടത്തി ഏതെങ്കിലും ക്രിസ്ത്യാനി മിണ്ടിയോ? ഒരു പരാതി പറഞ്ഞില്ല. ഇലക്ഷന് വേണ്ടിയിട്ട് തീരുമാനം അവർ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ് നിശ്ചയിച്ചിട്ട്. അപ്പം ഇവിടെ ഈ കേരളത്തിൽ ഈ ഞായറാഴ്ച അല്ലാതെ ശനിയാഴ്ച വെച്ചിട്ട് അപ്പം ഞായറാഴ്ച വേറെ എവിടെയെങ്കിലും വെക്കണ്ടേ? അവിടെ ക്രിസ്ത്യാനിയില്ലേ? ഇപ്പം മുസ്ലിം ഇവിടെ ഈ കേരളത്തിലെ മുസ്ലിം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് മഹാരാഷ്ട്ര വെച്ചാൽ അവിടുത്തെ മുസ്ലിം ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ ഇതൊക്കെ വർഗീയമായി ചിന്തിക്കുകയും മാറി പരിപാടി നിർത്തണം എല്ലാ മതവിഭാഗങ്ങളും. എൻ്റെ അഭിപ്രായം അത് ക്രിസ്ത്യാനിയാണെങ്കിലും വേണ്ടില്ല, ഹിന്ദു ആണെങ്കിലും വേണ്ടില്ല, മുസ്ലിം ആണെങ്കിലും വേണ്ടില്ല. ആ മാനസികരൊന്നും മാറണം. ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധവും മര്യാദയും പ്രകടിപ്പിക്കുകയല്ലായിരുന്നു എൻ്റെ അഭിപ്രായം. അത് ആന്റണി പറഞ്ഞല്ലേ ഡു ഓർ ഡൈ. ഈ ഇലക്ഷനെ ഡു ഓർ ഡൈ ആണോ? അത് ഒന്നെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതാണ് ഈ ഇലക്ഷൻ. കറക്റ്റ് അങ്ങനെ പറഞ്ഞു. ജനിക്കുക എന്നുള്ളത് തീർന്നു. ഡു ഇല്ല, ഡൈയാ, മരിക്കും. ഇത്തവണ കേന്ദ്രം ഒരു 400 കോടി സീറ്റോടുകൂടി BJPയുടെ നേതൃത്വത്തിലുള്ള മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടാവും. ഇവിടെ കോൺഗ്രസിന് 50 തികയില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഡൈ. ആന്റണി സത്യം പറയുന്നത് ഡയ്യാൻ പോവുക, മരിക്കാൻ പോവുക കോൺഗ്രസ്. സംശയം വേണ്ട. അല്ലെങ്കിൽ തീർന്നെന്ന് നമ്മുടെ സോണിയാജി പോലും രാജ്യസഭ തട്ടിക്കയറി പോകേണ്ട ഗതിയായി. പിന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ ഈ വയനാട്ടിൽ വന്നിരിക്കുക. വയനാട്ടിൽ ജയിക്കുമെന്ന് ഉറപ്പില്ല ഇത്തവണ. കാരണം സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നത്. ആ കാരണം രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ല. ഒരു MP-യുടെ സഹായം വയനാടുകാർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. വയനാട്ടിലേക്ക് വരണ്ടേ? വയനാട്ടിലെ ജനങ്ങൾക്ക് കാണണ്ടേ? അത് കാണാൻ കിട്ടുകയില്ല. പ്ലെയിനെ വന്നിറങ്ങും, ഒരു 150 പട്ടാളക്കാരുടെ സഹായം എടുത്ത് അതിൽ നടന്നു പോകും, സ്ഥലം വിടും. അങ്ങനെയാണ് ജയിപ്പിച്ചിട്ട് വയനാടിന് നഷ്ടമല്ല ലാഭമല്ല ഉണ്ടോ? ആ സുരേന്ദ്രനെ ജയിപ്പിച്ചാലോ?
സുരേന്ദ്രൻ 365 ദിവസം വയനാട്ടിൽ കാണും. പാർലമെൻറ്റ് സമ്മേളനം ഇല്ലാത്ത എപ്പോഴും വയനാട്ടിൽ കാണും. ആ നാടിന് ഗുണം കിട്ടും, ഐശ്വര്യം ഉണ്ടാവും. അത് തന്നെയല്ല, രാഹുൽ ഗാന്ധി ജയിച്ച അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈപൊക്കാൻ പറ്റുമോ? രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമയുണ്ട് അവിടെ ആ പാർലമെൻറ്റ് മുന്നിൽ. ആ പ്രതിമ അവർക്ക് ഇന്നിട്ട് കൈപൊക്കി ചിന്താ വിളിക്കുക എന്നുള്ളതല്ല വല്ല ഗുണമുണ്ടോ? എന്നാൽ ഇങ്ങനെ ചെന്നാലോ, സുരേന്ദ്രൻ അവിടെ ചെന്നാലോ മോദിയുടെ കൂടത്തിൽ മന്ത്രിയാവും. ഈ നാടിന് ഗുണം കിട്ടാൻ പോവുക. വയനാടുകാർക്ക് അതിനുള്ള വിവരം ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ. തിരുവനന്തപുരം ഇലക്ഷൻ യാതൊരു സംശയമില്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും. 1,00,000-ൽ കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ PC ഗ്യാരണ്ടി ആയിരുന്നു. യാതൊരു തർക്കവുമില്ല. രാജീവ് ചന്ദ്രശേഖർ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകും. ഞാനിപ്പോൾ മനസ്സിലാക്കിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശശി തരൂർ നിൽക്കാതിരിക്കുന്നതിനെ പോയി ചർച്ച ചെയ്യുന്ന കേട്ടെ. പുള്ളിക്ക് വിവരം മനസ്സിലായിട്ടുണ്ട്. വല്ല ഗുണവും മനുഷ്യൻ കിട്ടണ്ടേ? നീ ജയിച്ച് പോയാൽ മതിയോ? ജനങ്ങളെ കാണണ്ടേ? ഈ രാജീവ് ചന്ദ്രശേഖരനോ കേന്ദ്രത്തിലെ ഏറ്റവും ശക്തനായ പവർഫുള്ളായുള്ള ഒരു മന്ത്രിയാണ്. നാടിന് എന്തും ചെയ്യുന്നവന്. അങ്ങനെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ കേരളം രക്ഷപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് മുഴുവൻ ആളുകളും വിനീവത്സരം ഞാൻ അഭ്യർത്ഥിക്കുന്നു.